ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സജിൽസ് ടെക്സിൻ്റെ. ഇന്നത്തെ വീഡിയോയിൽ നമ്മളിപ്പോൾ പറയാൻ പോകുന്നത് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് ലഭിക്കുന്ന കാർഡുകൾ ഏതൊക്കെയെന്നാണ്. അത് ഏതൊക്കെ സെക്ഷനിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് എന്നും ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. ഏറ്റവും കൂടുതൽ എയർ ഡ്രോപ്സ് നിങ്ങൾക്ക് ലഭിക്കുന്നത് നിങ്ങളുടെ പ്രോഫിറ്റ് പെർ ഹവർ, ഏറ്റവും മുകളിൽ കാണുന്ന പ്രോഫിറ്റ് പെർ ഹവർ ബേസ് ചെയ്തിട്ടായിരിക്കും. അത് മാക്സിമം നമ്മൾ കൂട്ടാൻ ശ്രമിക്കുക, എന്നാൽ മാത്രമേ കൂടുതൽ എയർ ഡ്രോപ്സ് നമുക്ക് ലഭിക്കുകയുള്ളൂ. ഒരുപാട് കാർഡ്സ് ഇതിൽ അവൈലബിൾ ആണ്. 4 സെക്ഷനിലായിട്ട് ഒരുപാട് കാർഡ്സ് അവൈലബിൾ ആണ്. അതിൽ ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് നിങ്ങൾക്ക് ലഭിക്കാൻ ചാൻസ് ഉള്ള കാർഡുകൾ ഏതൊക്കെയെന്ന് കാണിച്ചു തരാം. ആദ്യം തന്നെ മാർക്കറ്റ് സെക്ഷനിലേക്ക് നമുക്ക് വരാം. മാർക്കറ്റ് സെക്ഷനിൽ ഫസ്റ്റ് കാർഡ് വന്നിട്ട് ഫാൻ ടോക്കൺ എന്ന് പറയുന്ന ഈ ഒരു കാർഡാണ്. ഈ ഒരു കാർഡ് മാക്സിമം നമ്മൾ കളക്ട് ചെയ്യുന്നതനുസരിച്ച് നമ്മുടെ പ്രോഫിറ്റ് മാക്സിമം കൂടിക്കൊണ്ട് ഇരിക്കും. അതുപോലെ തന്നെ സെക്കൻഡ് വരുന്നത് സ്റ്റേക്കിംഗ് എന്ന് പറയുന്ന ഈ ഒരു കാർഡാണ്. നിങ്ങൾക്കിപ്പോൾ കാണാൻ ഞാൻ ഇപ്പോൾ മാക്സിമം ലെവലെല്ലാം കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കാരണം ഓരോ ലെവൽ കംപ്ലീറ്റ് ചെയ്യുന്നതനുസരിച്ച് നമ്മളുടെ കയ്യിൽ നിന്ന് സ്പെൻഡ് ചെയ്യുന്ന ടോക്കൺസിൻ്റെ എണ്ണം കൂടും. ഇവിടെ നിങ്ങൾക്ക് കാണാം 11,63,000 ടോക്കൺ നമ്മൾ കൊടുത്താൽ മാത്രമേ 1.55K പ്രോഫിറ്റ് നമുക്ക് ലഭിക്കുകയുള്ളൂ. പക്ഷേ അത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ പ്രോഫിറ്റ് കൂടിക്കൊണ്ട് വരും. അപ്പോൾ എമൗണ്ട് നിങ്ങൾ നോക്കണ്ട, സ്പെൻഡ് ചെയ്യേണ്ട എമൗണ്ട് നോക്കണ്ട, മറിച്ച് പ്രോഫിറ്റാണ് നമ്മളിപ്പോൾ ഫോക്കസ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് വരുന്നത് എന്തെന്ന് വെച്ചാൽ ഈ മാർജിൻ ട്രേഡിംഗ് ബേസ് ചെയ്തിട്ടുള്ള എല്ലാ കാർഡുകളും. ചില കാർഡുകളെല്ലാം ലോക്ക്ഡ് ആയിരിക്കും, നിങ്ങളുടെയും എൻ്റെയും ഇപ്പോൾ ലോക്ക്ഡാണ്, ഇവിടെ നിങ്ങൾക്ക് കാണാം. അതുപോലെ തന്നെ ഇപ്പോൾ മാർജിൻ ട്രേഡിംഗ് X10 എന്നൊക്കെ പറഞ്ഞിട്ട് ഈ കാർഡുകളെല്ലാം മാക്സിമം നിങ്ങൾ ഓപ്പൺ ചെയ്ത് അല്ലെങ്കിൽ അപ്ഗ്രേഡ് ചെയ്യാൻ ശ്രമിക്കണം. ചിലതെല്ലാം നല്ല എമൗണ്ട് നമ്മൾ സ്പെൻഡ് ചെയ്യണം, എന്നാൽ കൂടിയും പ്രോഫിറ്റ് നമുക്ക് കൂടുതൽ ലഭിക്കുന്നതാണ്. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഓപ്പൺ ചെയ്യണം. ഞാനിപ്പോൾ ഓരോ ദിവസമായിട്ടെല്ലാം ഓപ്പൺ ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. ഈ ഒരു സെക്ഷനിൽ ഫസ്റ്റ് മാർക്കറ്റ് സെക്ഷനിൽ ഇത്രയും കാർഡുകളാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. പിന്നീട് വന്നിട്ട് PR ആൻഡ് ടീം എന്ന് പറയുന്ന സെക്ഷനിലാണ്. ഇതിൽ ഫസ്റ്റ് വരുന്ന കാർഡ് എന്ന് പറയുന്നത് ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയുന്ന കാർഡാണ്. ഓക്കെ, ഇത് അത്യാവശ്യം പ്രോഫിറ്റ് നമുക്ക് കൂടുതൽ കിട്ടാൻ ചാൻസ് ഉള്ള ഒരു കാർഡാണ് ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറഞ്ഞിട്ട്. അതുപോലെ തന്നെ IT ടീം. ഓക്കെ, എനിക്കിപ്പോൾ കാണിക്കുന്ന ഞാൻ സ്പെൻഡ് ചെയ്യേണ്ട ടോക്കൺസും നിങ്ങൾ സ്പെൻഡ് ചെയ്യേണ്ട ടോക്കണും തമ്മിൽ ഡിഫറൻസ് ഉണ്ടാകും. കാരണം നമ്മളുടെ ലെവൽ അനുസരിച്ച് അല്ലെങ്കിൽ നമ്മൾ ഓപ്പൺ ചെയ്യുന്ന കാർഡിൻ്റെ ലെവൽ അനുസരിച്ച് എമൗണ്ട് മാറിക്കൊണ്ടിരിക്കും. ഇപ്പോൾ കൂടുതൽ ലെവൽ നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ട എമൗണ്ട് താഴെ കൂടിക്കൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് IT ടീമാണ് സെക്കൻഡ് വരുന്നത്. പിന്നീടുള്ളത് റിസ്ക് മാനേജ്മെൻറ്റ് ടീം എന്ന് പറയുന്ന ഈ ഒരു കാർഡാണ്. ഓക്കെ, റിസ്ക് മാനേജ്മെൻറ്റ് ടീം. പിന്നീട് വരുന്നത് സെക്യൂരിറ്റി ടീം. ഇവിടെ നിങ്ങൾക്ക് കാണാം സെക്യൂരിറ്റി ടീം. എനിക്കിപ്പോൾ 23,840 ഇത് സ്പെൻഡ് ചെയ്യേണ്ടത്. ഇതിൻ്റെ എല്ലാം മാക്സിമം ലെവൽസ് നിങ്ങൾ അച്ചീവ് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ മറ്റൊരു കാർഡ് വരുന്നത് അനോണിമസ് ട്രാൻസാക്ഷൻസ് ബാൻ എന്ന് പറയുന്ന ഈ ഒരു കാർഡാണ്. ഓക്കെ, ഇത്രയും കാർഡുകളാണ് ഈ ഒരു PR ആൻഡ് ടീം എന്ന് പറയുന്ന ഈ ഒരു സെക്ഷനിൽ വരുന്നത്. ഇനി തേർഡ് സെക്ഷൻ ലീഗൽ എന്ന് പറയുന്ന സെക്ഷനിലാണ്. ഇതിൽ ഈ KYC, KYB, ലീഗൽ ഒപ്പീനിയൻ ഇതൊന്നും നിങ്ങൾ എടുക്കേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ ഓപ്പൺ അധികം ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം പ്രോഫിറ്റ് നിങ്ങൾക്ക് കുറവായിരിക്കും അതിൽ നിന്ന് കിട്ടുന്നത്. പിന്നെ ഏതെങ്കിലും ഒരു കാർഡ് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു കാർഡ് ലോക്ക് ആണെങ്കിൽ നമ്മൾ ഇതുപോലുള്ള കാർഡുകളെല്ലാം ഓപ്പൺ ചെയ്ത് ആ ലെവൽ അച്ചീവ് ചെയ്യണം, എന്നാൽ മാത്രമേ അത് നമുക്ക് അൺലോക്ക് ആകുള്ളൂ. അതല്ലാതെ ഈ ഒരു സെക്ഷനിൽ വരുന്ന കാർഡ്സ് എന്ന് പറയുന്നത് എല്ലാ ലൈസൻസുകളും, ഫോർ എക്സാമ്പിൾ ലൈസൻസ് ഇന്തോനേഷ്യ, ഇത് നിങ്ങൾക്ക് കാണാം. ഇതിൽ കാണിക്കുന്നത് തന്നെ പ്രോഫിറ്റ് പെർ ഹവർ 9.19K ആണ്. അതും സ്പെൻഡ് ചെയ്യേണ്ട എമൗണ്ടും കൂടും നമ്മളുടെ. അതുപോലെ തന്നെ ലൈസൻസ് ബംഗ്ലാദേശ്, ഇതെല്ലാം അത്യാവശ്യം നല്ല പ്രോഫിറ്റ് ലഭിക്കുന്ന കാർഡുകളാണ്. എല്ലാ ലൈസൻസും മാക്സിമം എല്ലാ ലൈസൻസും നിങ്ങൾ കവർ ചെയ്യാൻ ശ്രമിക്കുക. ബാക്കിയുള്ളതെല്ലാം ഒന്നും ചെയ്യേണ്ട, അതുപോലെ തന്നെ ഇടുക. ലൈസൻസ് UAE. അപ്പോൾ ഈ 3 സെക്ഷനിലും ഞാൻ ഈ പറഞ്ഞ കാർഡുകൾ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. അത് മാക്സിമം അപ്ഗ്രേഡ് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ സ്പെഷ്യൽ സെക്ഷനിൽ പ്രത്യേകമായിട്ട് ഒന്നും വരുന്നില്ല. പിന്നെ ന്യൂ കാർഡുകൾ നമ്മളിപ്പോൾ സെലക്ട് ചെയ്യുമ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഏതെങ്കിലും ഒരു കാർഡൊക്കെ നമ്മളിപ്പോൾ പർച്ചേസ് ചെയ്തു എന്ന് വിചാരിക്കുക, ഇതിന് വാല്യൂ കൂടുതലാണ്, 1 million ഒക്കെയാണ് വരുന്നത്. പക്ഷേ ഫ്യൂച്ചറിൽ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഇത് ബേസ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും കാർഡുകൾ വന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് ഫ്രീ ആയിട്ട് ഓപ്പൺ ചെയ്തെടുക്കാൻ സാധിക്കും. അതാണ് മെയിൻ ഈ ഒരു സെക്ഷൻ, സ്പെഷ്യൽ സെക്ഷനിൽ ഫോക്കസ് ചെയ്യുമ്പോൾ നമുക്ക് യൂസ്ഫുൾ ആയിട്ട് വരുന്നത്. ഫോർ എക്സാമ്പിൾ ഈ ഒരു കാർഡ് നമ്മളിപ്പോൾ പർച്ചേസ് ചെയ്തു എന്ന് വിചാരിക്കുക, ഹാംസ്റ്റർ കോമ്പാറ്റ് മെർച്ച് എന്ന് പറഞ്ഞിട്ട്. ഫ്യൂച്ചറിൽ ഇതുപോലുള്ള ഏതെങ്കിലും കാർഡുകൾ മറ്റുള്ള സെക്ഷനിൽ വരുമ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് അത് ഓപ്പൺ ചെയ്തെടുക്കാൻ സാധിക്കും. ചിലപ്പോൾ 1 million or 2 million ടോക്കൺസ് ഒക്കെ ബോണസ് ആയിട്ട് നമുക്ക് ലഭിക്കാൻ ചാൻസ് ഉണ്ട്.
അതുപോലെ ഒരുപാട് കാർഡുകൾ വന്നു പോയിട്ടുണ്ട്. ഇവിടെ കാണാം യുവർ പാർട്ട്ണർ ഫുട്ബോൾ ക്ലബ്ബ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഈ ഒരു കാർഡ് നേരത്തെ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ മറ്റൊരു കാർഡ് ഇതിൽ ഓപ്പൺ ആയിട്ട് വന്നിരുന്നു. ഒരു ബോണസ് കാർഡ് ഏകദേശം 3 മില്യൺ 4 മില്യൺ ടോക്കൺസ് ഒക്കെ നമുക്ക് ഫ്രീ ആയിട്ട് ലഭിച്ചിട്ടുണ്ട്. അത് കിട്ടിയ ആളുകൾ ഉണ്ട്. അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന കാർഡുകളാണ് ഈ സ്പെഷ്യൽ സെക്ഷനിൽ വരുന്നത്. പക്ഷേ നല്ല രീതിയിലുള്ള എമൗണ്ട് നമ്മൾ ഇതിൽ നിന്ന് സ്പെൻഡ് ചെയ്യണം, അല്ലെങ്കിൽ ടോക്കൺസ് നമ്മളുടെ കയ്യിൽ നിന്ന് പോകും. അപ്പോൾ ഇതിപ്പോൾ ഫോക്കസ് ചെയ്യേണ്ട, ഇത് പ്രോഫിറ്റ് കൂടുന്ന പറയാൻ പറ്റില്ല ബോണസ് എപ്പോഴാണ് കിട്ടുന്നതെന്ന്. അതിനു മുമ്പായിട്ട് ഞാൻ ഈ പറഞ്ഞ 3 സെക്ഷനുള്ള കാർഡുകൾ മാക്സിമം നിങ്ങൾ അപ്ഗ്രേഡ് ചെയ്ത് എടുക്കാൻ ശ്രമിക്കുക. ഓക്കെ, ഇപ്പോൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആളുകളുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ച് യാതൊന്നും ഐഡിയ ഉണ്ടാവില്ല. അങ്ങനത്തെ ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ മുൻപത്തെ വീഡിയോകൾ നിങ്ങൾ കാണുക. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമൻറ്റിലും പിൻ ചെയ്യുന്നുണ്ട്, ചെക്ക് ചെയ്ത് നോക്കുക. ഒരുപാട് പേർക്ക്, പുതിയ ആളുകൾക്ക് ഒരുപാട് ഡൗട്ട് ഉണ്ടാവും ഇതിനെക്കുറിച്ച്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മുമ്പുള്ള വീഡിയോകൾ 1 by 1 ആയിട്ട് കാണുക, എന്നാൽ മാത്രമേ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഓക്കെ, അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, എന്നുള്ള ഫ്രണ്ട്സുമായി ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ആ നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക, എന്നാൽ മാത്രമേ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുള്ളൂ, നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. സോ ഇനിയും പുതിയ വീഡിയോസും ട്രിക്സും അപ്ഡേറ്റ്സും അതിന് വരുന്നതാണ്. താങ്ക് യു സോ മച്ച്.